വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഭക്തിനിർഭരമായി ഓശാന ഞായർ ആചരിച്ചു. യേശുക്രിസ്തുവിന്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനത്തിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും പ്രാർത്ഥനകളും നടന്നു. പണ്ട് യഹൂദജനം ഒലീവ് ഇലകളേന്തി യേശുവിനെ വരവേറ്റതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ കുരുത്തോലകളേന്തി പ്രദക്ഷിണം നടത്തുന്നത്. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവം, കുരിശുമരണം, ഉയിർത്തെഴുന്നേൽപ്പ് എന്നിവയെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധവാരത്തിന്റെ തുടക്കമാണ് ഓശാന ഞായർ. വിശുദ്ധവാരത്തിന്റെ ആദ്യ ദിനമായ ഞായറാഴ്ച സാധാരണയിൽ കവിഞ്ഞുള്ള വലിയ രീതിയിലുള്ള ജനബാഹുല്യമാണ് വിവിധ ദേവാലയങ്ങളിൽ കാണപ്പെട്ടത്. പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും അവസാന ഘട്ടത്തിലേക്ക് ക്രൈസ്തവർ ഇതോടെ പ്രവേശിക്കുകയാണ്. ഓശാന ഞായറിന്റെ ഭാഗമായി എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി കുരുത്തോല വാഴ്വ് നടന്നു. കുരുത്തോലകൾ ആശീർവദിച്ച ശേഷം വിശ്വാസികൾ അവയേന്തി പ്രദക്ഷിണമായി നീങ്ങുകയും സ്തോത്രഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തു. ഇനിയുള്ള ദിവസങ്ങൾ യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മകളാൽ നിറഞ്ഞതാണ്. വ്യാഴാഴ്ച പെസഹ ആചരണവും വെള്ളിയാഴ്ച ദുഃഖവെള്ളിയും കഴിഞ്ഞാൽ ഞായറാഴ്ച പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കും. പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ തിരുകർമ്മങ്ങളുടെ ഭാഗമായി നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെ പള്ളി പരിസരത്ത് നടന്ന കുരുത്തോല ആശീർവാദത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വിശ്വാസികൾ കയ്യിലേന്തിയ കുരുത്തോലകൾ ആശീർവദിച്ച ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടത്തി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, ജോസൻ കെ എ, ജോസഫ് ലിയോ ഓട്ടി, ബാബു കെ ജെ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകൾ, കുട്ടിക്കൂട്ടായ്മ തുടങ്ങിയവർ ചേർന്ന് യഹൂദ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓശാന ഞായർ അനുസ്മരണം നടത്തി. തളിയക്കുളക്കരയിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിൽ പിടിച്ച് ഓശാന ഗീതങ്ങൾ പാടി യേശുവിന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ജിയോ പുളിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കുരുത്തോലകൾ വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പറപ്പൂർ സെന്റ് ജോൺസ് നിബുംസ്യൻ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായ ഓശാന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 5:45 ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും ആരംഭിച്ച ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പോൾ തേക്കാനത്ത് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സ്കൂളിൽ നിന്നും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും മറ്റ് തിരുകർമ്മങ്ങളും ഉണ്ടായിരുന്നു. ഏനാമാവ് കർമ്മലമാതാ ദേവാലയത്തിൽ നടന്ന ഓശാന തിരുനാൾ ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിനടയിലെ അനായ്മ കപ്പേളയിൽ നിന്നും ആശീർവദിച്ച കുരുത്തോലകളുമേന്തി റാലിയായി ഇടവക ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. വികാരി ഫാദർ തോമസ് ചുണ്ടൽ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ കെ ടി സ്റ്റീഫൻ, പ്രിൻസി ജെയ്സൺ, സി പി ജോഷി എന്നിവർ നേതൃത്വം നൽകി. തൊയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ഓശാന ഞായറാഴ്ച ആചരിച്ചു. രാവിലെ 6:30 വിശുദ്ധ കുർബാനയും കുരുത്തോല വിതരണവും പള്ളി ചുറ്റി പ്രദക്ഷിണവും ഉണ്ടായി. ഫാദർ ലിൻഡോ കോനിക്കര മുഖ്യ കാർമ്മികനായി. ഡേവിസ് ചക്കാലക്കൽ സന്ദേശം നൽകി. വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ സഹകാർമ്മികനായി. കർമ്മങ്ങൾക്ക് കൈക്കാരന്മാരായ ബൈജോ എലവത്തിങ്കൽ, ലിറ്റോ ചാലിശ്ശേരി, ബാബു ജോൺ തലക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ സജ്ജു വടക്കേത്തല കാർമ്മികത്വം വഹിച്ചു. ചന്ത സെന്ററിൽ ഉള്ള കപ്പേളയിൽ നിന്ന് ആരംഭിച്ച ഓശാന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കൈക്കാരന്മാരായ ജോഷി പി പി, ഫ്രാൻസിസ് പി ടി, പോൾസൺ പി ആർ, ജോഷി കെ ജെ എന്നിവർ നേതൃത്വം നൽകി. കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഓശാന തിരുനാൾ ഭക്തിസാന്ദ്രമായി. കപ്പേളയിൽ നിന്ന് പ്രദക്ഷിണമായി ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ദിവ്യബലി അർപ്പിച്ചു. തിരുകർമ്മങ്ങൾക്ക് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനായി. കുരുത്തോല ആശീർവദിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. കൈക്കാരന്മാരായ ഇ എ കുര്യാക്കോസ്, സോണി ജോസ്, സി ജെ തോമസ് എന്നിവർ നേതൃത്വം നൽകി.